തുണിക്കട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധു കൂടിയാണ് പത്മനാഭൻ നായർ എന്ന് പറയും. നമ്മുടെ ജയന്റെ ഫാദർ. ബാങ്കിലെ സെക്രട്ടറി ജയേട്ടന്റെ പുള്ള ഫാദറിന്റെ അത് ഇപ്പോഴുണ്ട്. പത്മജ ക്ലോസ് സെന്റർ. പത്മജ പേരൊന്നും ഇട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അതായിരുന്നു വലിയ തുണിക്കട. പിന്നെ ഒരു താഴത്തക്കൽ TK വീരാരിക്കാറുണ്ട് ആളുടെ നമ്മുടെ പൊടിക്കണ ഒരു മില്ലില്ലേ, അവരുടെ ഫാദർ. അവർക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഓർമ്മയില്ല. അതിന്റെ മുമ്പ് അവർക്കൊക്കെ വേറെ എന്തൊക്കെ ഉള്ളത്, കലാബന്ധു, ദേശബന്ധു, ദീനബന്ധു, അങ്ങനെ മൂന്ന് ബന്ധുക്കളായിരുന്നു. പക്ഷെ ഇവര് തുടങ്ങിയത് ഏകദേശം ഒരുമിച്ച് അല്ല. കലാബന്ധു ഒക്കെ ഒരുപാട് ലാസ്റ്റാണ് തിയേറ്റർ. പിന്നെ ഏറ്റവും ആദ്യം ദേശബന്ധു സ്കൂളാണ്, അതിനുശേഷമാണ് ഹോസ്പിറ്റൽ. അതെ, ദേശബന്ധു ഒരുപാട് കാലമായി. ഈ സ്കൂളിന്റെ ആളെ കണ്ടിട്ടുണ്ടോ? അതിന്റെ മാനേജറെ കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത് വാങ്ങിയ മാനേജറെ ടാക്സ് ഓഫീസർ, അത് മാത്രമേ അറിയൂ, മറ്റൊന്നും അറിയില്ല. ഇല്ല, അന്നൊന്നാമത് സ്കൂള് ആദ്യം തുടക്കത്തില് 10ാം ക്ലാസ് ഒന്നും ഇല്ല. 8 വരെ അല്ലേ? 7 വരെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞവരൊക്കെ ഇവിടെ നടന്ന് മണ്ണാർക്കാടിന് പോയി പഠിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. അന്ന് ഞാൻ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഒരു 135 പറഞ്ഞിട്ടൊരു ബസ് ഉണ്ട്. വണ്ടി നമ്പർ ആയിരുന്നു MUMS. അതിന് മുമ്പാണ് കരിവണ്ടി. അത് നമുക്ക് ഓർമ്മയില്ല. അതൊക്കെ വളരെ കുറച്ച് മുമ്പാണ്, 4-5 കൊല്ലം മുമ്പ് കരിവണ്ടിയാണ് അത്. പിന്നെ ഞാൻ ശരിക്കും ജനിച്ചത് മണ്ണാർക്കാടാണ്. 2ാം ക്ലാസ് വരെ ഞാൻ പെരുമ്പിളായി ഒരു സ്കൂളുണ്ട്, അവിടെ പഠിച്ചത്. പിന്നെ അതിന് ശേഷമാണ് ഇവിടേക്ക് വന്ന് ഇവിടെ ഈ സ്കൂളിൽ പഠിച്ച് 75 SSLC. പിന്നെ എവിടെയായിരുന്നു അത്? SSLC ഇവിടെ തച്ചമ്പാറ. അത് കഴിഞ്ഞ് പിന്നെ MES കല്ലടി കോളേജ് ഡിഗ്രി. നമ്മുടെ രാജൻ ഡോക്ടറുടെ അച്ഛൻ ജോർജ് ഏട്ടൻ്റെ നിന്നാണോ ഈ ആശുപത്രിയുടെ സ്ഥലമൊക്കെ വാങ്ങിച്ചത്? ജോർജ് ഏട്ടൻ്റെ നിന്നാണ് ഈ സ്ഥലങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അത് ഒരു കെട്ടിടം പുള്ളി വെച്ചു കൊടുത്തു. എവിടെ? പഴയ കെട്ടിടം അവിടെ നിൽപ്പുണ്ട് ആശുപത്രിയിൽ. അത് ശരിക്കും ജോർജ് ഏട്ടൻ വെച്ചതാണ്. അതേമാതിരി തന്നെ തച്ചമ്പാറ സർവീസ് സഹകരണ ബാങ്ക്, അത് അദ്ദേഹത്തിന്റെ ഡൊണേഷനാണ്. എൻ്റെ പ്രസിഡന്റായിരുന്നു ഞാൻ. ഈ തച്ചമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ആദ്യം എന്തായിരുന്നു, വേറെ പേരിലല്ലേ അറിയപ്പെട്ടിരുന്നേ? സൊസൈറ്റി അല്ല, ഐക്യനാണയ സംഘം ആദ്യം നിന്നിരുന്നത് തച്ചമ്പാറ താഴെയല്ല? പിന്നെ ചേക്കു സാഹിബിന്റെ ബിൽഡിങ്ങിന്റെ മുകളിലായിരുന്നു. ചില്ലറ ശരിക്കും അവിടെ ആദ്യമായിട്ട് ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് സൊസൈറ്റി തന്നെ ആയിരിക്കും അല്ലേ? അതിനുശേഷമല്ലേ ധനലക്ഷ്മി ബാങ്കും? ധനലക്ഷ്മി ബാങ്കാണ് ആദ്യമായിട്ട് വന്നത് തച്ചമ്പാറ. അതിനുശേഷമാണ് സ്റ്റേറ്റ് ബാങ്കൊക്കെ പിന്നെ വന്നിട്ട് അധികമായിട്ടില്ല. പക്ഷേ ഐക്യനാണയ സംഘം തന്നെയാണ് ഈ പേര് മാറിയിട്ട് സൊസൈറ്റി ആയത്. അതെ, സൊസൈറ്റി ആയി, പിന്നെ അത് ബാങ്കായി. ആ ബാങ്കിന്റെ 26 കൊല്ലം സർവീസ് ഞാൻ പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടും മെമ്പറായിട്ടും. ആൾക്കാർ കൂടുതൽ ആശ്രയിച്ചിരുന്നത് നമ്മളുടെ തച്ചമ്പാറെ സംബന്ധിച്ച്, കാരണം കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അല്ലേ? കൃഷി ഇറക്കാനുള്ള പിന്നെ ലോണും, അതേപോലെ തന്നെ വളം വാങ്ങാനും. വളം വേറെ എവിടെയും അന്ന് കിട്ടിയിരുന്നില്ല. അന്ന് ഈ കോഓപ്പറേറ്റീവ് ബാങ്കിൽ മാത്രമാണ് രാസവളം ഉണ്ടായിരുന്നത്. അന്ന് ആദ്യകാലത്ത് ജീപ്പായിരുന്നു കൂടുതൽ. അതെ, അത് ആരൊക്കെയായിരുന്നു അന്നത്തെ? അന്ന് നമ്മുടെ മരിച്ചുപോയ ജോസഫ് കുട്ടിയുണ്ട്. പിന്നെ ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് പോയി അവര്, ചാക്കോച്ചേട്ടന്റെ മുതൂർശി ഇരുന്നാൾ വീട്, അവരുടെ മക്കളുണ്ടായിരുന്നു. അവരിപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് വന്നാണ് അവിടേക്ക് തന്നെ പോയി. ഇപ്പം ഇല്ല. പിന്നെ വേറെ ജീപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മുതൂർശിക്ക് കോൺവേ ഓടും. അതായത് അന്ന് ബസ്സില്ല മുതൂർശിക്കൊന്നും, റോഡ് മോശമാണ്. അപ്പോൾ ഈ കോൺവേ ഓടും, ഒരു 10-15 ആളെ വെച്ചിട്ട് ജീപ്പേ പറ്റും. ആ വഴിയൊക്കെ വളരെ ഭയങ്കര കയറ്റവും ഇറക്കമായിരുന്നു കൂടുതലും. പിന്നെ ടാറിങ് ഇല്ലതാണ്. ഈ ടാറിങ് ശരിക്കും തുടങ്ങിയത് ഏത് വർഷം? നല്ല ഏതെങ്കിലും ഒരു ടാറിങ് NH ഒരു 50 വർഷമായിട്ടുണ്ടോ? ആണല്ലേ? അപ്പൊ അതിന് മുമ്പത്തെ ആ ഒരു പൊടി വളർത്തുന്ന റോഡ് അതൊരു വലിയ സംഭവമാണ്. അന്ന് പിന്നെ മെയിനായിട്ട് കാളവണ്ടികൾ തന്നെയാണല്ലോ അല്ലേ? കാളവണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മള് ഈ ടൗണുകളിലേക്കുള്ള അന്നത്തെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഈ കട്ടവണ്ടിയിലാണ് കൊണ്ടുവരിക. വേറെ വണ്ടികളൊന്നുമില്ല, നമ്മുടെ പിക്കപ്പോ ഒന്നുമില്ല. അല്ല, ഈ വീട് പണിക്കൊക്കെ ഉള്ള സാധനങ്ങൾ വെട്ടുകല്ലും ഒക്കെ ആ കട്ടവണ്ടി തന്നെ തുടങ്ങിയാണ്.
അത് ഈ പാലക്കാടേക്കൊക്കെ നമ്മൾ പിന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പോകുമ്പോൾ കാണാൻ വരിവായിട്ടൊരു 10-20 അങ്ങനെ പോകുന്നുണ്ടാവും. അതിൽ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആ ഓടിക്കുന്ന ആൾ ഉറങ്ങാവും. ഈ വണ്ടി ആളുകൾക്ക് അറിയാം. അതെ, ആളുകൾക്കറിയാം വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടാവും. അല്ല കൊടമണി ഉണ്ടാവില്ല, അതൊക്കെ ഉണ്ടാവും. പിന്നെ റാന്തലും ഉണ്ടാവും തോന്നുന്നു. അടിയിലൊരു റാന്തലും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മുണ്ടൂര് അവിടുന്ന് പോകുമ്പോഴേ അവിടെ ഒരു വിജനമായ വഴിയായിരുന്നു ബിരിയാണി. പക്ഷെ അവിടെ ഈ മൃതദേഹം കൊണ്ടുവരുന്ന അല്ലെ, അവിടെ പോകുമ്പോ ചിലപ്പോ ഈ കുറുക്കനൊക്കെ വന്ന് ചിലപ്പോ അതായത് ഈ മൃതദേഹം എന്ന് പറഞ്ഞാല് പോസ്റ്റ്മോർട്ടത്തിന്. കാരണം ഈ അന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം, അന്ന് മണ്ണാർക്കാട് ഇല്ല. അപ്പൊ ഇതിങ്ങനെ കൊണ്ട് അതിന് സ്ഥിരമായ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, മുതൂർസിന്ന്. അയാള് കൊണ്ടുപോകും. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ മാതിരി ഈ വിജനമായ സ്ഥലത്ത് വരുമ്പോ ഈ നായ്ക്കളും കുറുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ ഇന്നിപ്പോ രാത്രി പോയാൽ രാവിലേക്ക് എത്തും. ഇപ്പൊ രാത്രി 8 മണിക്ക് റാന്തലം വെച്ചിട്ട് അങ്ങനെ പോകും. ഈ പിന്നെ ചമ്പാറ, മണ്ണാർക്കാട്, പിന്നെ ആര്യമ്പ ആ ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള പലചരക്ക് സാധനങ്ങൾ ഈ കട്ടവണ്ടികളാവുന്നു. അപ്പൊ അത്രയും എണ്ണ ഉണ്ടാവും. ഒരുമിച്ച് പോകില്ല. അത് വാസ്തവത്തിൽ അന്ന് അവിടെയൊക്കെ ഒരുമിച്ച് പോയാലേ പറ്റൂ, കാരണം അത്ര വിജനാണ്. പക്ഷെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാവും അല്ലെ, ഒറ്റയ്ക്കൊക്കെ ഒറ്റയ്ക്ക് പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ പറഞ്ഞാൽ അതിന് അഡ്ജസ്റ്റ് ആയ ആൾക്കാരാണ്. അതിന്റെ എന്തൊക്കെയാ അതിന്റെ പ്രിക്കോഷൻസ് ചാക്ക് എടുത്തിട്ട് പോകുള്ളൂ. ഒന്നുമില്ല, ലെവലുണ്ടാവില്ല. അതെ, അതാണ്. ഇപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ കടയിൽ പോണല്ലോ, അന്ന് എനിക്ക് തോന്നുന്ന ബാർബർമാരായാലും വീട്ടിൽ വന്ന് വെട്ടുന്നു. പിന്നെ സാധനങ്ങള് വീട് വഴി വന്ന് വിൽക്കുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ചില അപൂർവം ഒക്കെ ഉണ്ടല്ലോ ഈ പാത്രങ്ങൾ. അതേമാതിരി മറ്റേത് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. മാത്രം വെല്ലം എല്ലാം നമ്മുടെ അത്യാവശ്യം വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ട് അന്ന് ഈ മറ്റേ ഈ ചക്കര വെല്ലം കിട്ടും, അതും ഒക്കെ ഇങ്ങനെ ഏറ്റിക്കൊണ്ട് വിറ്റിരുന്നു. എണ്ണ നല്ലെണ്ണയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഏറ്റിക്കൊണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ശരിക്കും പറഞ്ഞാല് ഈ മില്ല് ഇവിടെ ഒന്നുമില്ല. ഈ വെളിച്ചെണ്ണ അതൊന്നും ഇവിടെ ചക്കായിരുന്നു ഇവിടെ ഒന്നുമില്ല. കാരാകൃഷിയിലുണ്ടായിരുന്നു സംശയമുണ്ട്. ഇവിടെയുള്ളത് എവിടെയായിരുന്നു? മണ്ണാർക്കാട്. ദേശബന്ധു ആണ്. ദേശബന്ധു സ്കൂളാണ് ചമ്പാറയുടെ ഒരു ഹാർട്ട്. ദേശബന്ധു സ്കൂളിലെ പഴയ അധ്യാപകരെ കുറിച്ചൊക്കെ എൻ്റെയൊക്കെ ഗുരുനാഥന്മാർ ഉണ്ണിരാം മാഷ്, അതേമാതിരി കുഞ്ഞിരാം മാഷ് ഒക്കെ മരിച്ചുപോയി. പിന്നെ ചിന്നപ്പണിക്കർ മാഷ്. അങ്ങനെ ഇപ്പോൾ നിലവിൽ അവസാനം മരിച്ചത് നമ്മൾ ഇപ്പം അവസാനം നമ്മൾ മരിച്ചത് രാധാകൃഷ്ണൻ മാഷാണ്. അതുവരെയുള്ള ബാക്കിയൊക്കെ കഴിഞ്ഞു.